ജന്തർമന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത കേസിൽ സംഘപരിവാർ നേതാവ് TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കായി എത്തിയിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാമെന്നൊരു സൂചനകളും പുതിയ വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കുറ്റകൃത്യം ചെയ്തതിന്റെ 11ാം ദിവസമാണ് സൈബർ പോലീസിന്റെ നടപടി ഇത്തരത്തിലുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നു. തിയോഫിൻ, എങ്ങനെയാണ് നിലവിൽ സാഹചര്യം? എങ്ങനെയാണ് നടപടികൾ, പോലീസിന്റെ നടപടികൾ അടക്കം പുരോഗമിക്കുന്നത്? അറസ്റ്റ് ചെയ്തോ, ചെയ്യാനുള്ള സാധ്യതയാണോ? വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോലീസ് കസ്റ്റഡിയിലാണ് TG മോഹൻദാസ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും അറസ്റ്റ് ചെയ്തേക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. പക്ഷേ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ TG മോഹൻദാസിന്റെ പ്രായം കൂടി കണക്കിലെടുത്ത് എങ്ങനെയാകും പോലീസ് നടപടിയെന്ന് നമുക്കറിയില്ല. നിലവിൽ എന്തായാലും വലിയ പ്രതിസന്ധിയിലായതിനെ തുടർന്ന് സമ്മർദ്ദത്തിലായതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഇന്ന് 11ാം ദിവസം TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തിയത്, റെയ്ഡ് നടത്താനായി എത്തിയത്. പോലീസിന്റെ TG മോഹൻദാസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ TG മോഹൻദാസിന്റെ വീടിനുള്ളിൽ പോലീസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസിലെ സംഘം ഉണ്ട്. അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരി പോലീസ് ആവശ്യമായ സംരക്ഷണവുമായി മട്ടാഞ്ചേരി പോലീസ് ഒപ്പമുണ്ട്. പക്ഷേ എന്തായാലും പ്രാദേശിക പോലീസിന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. വിവരങ്ങൾ ലഭ്യമാകുന്നത് സൈബർ പോലീസിൽ നിന്ന് തന്നെയാണ്. നിലവിൽ TG മോഹൻദാസ് കസ്റ്റഡിയിലാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. TG മോഹൻദാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയെല്ലാം പോലീസ് പരിശോധിച്ചു. അതോടൊപ്പം സമാന്തരമായി തന്നെ മറ്റൊരു മുറിയിൽ വെച്ച് TG മോഹൻദാസിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെക്കുറെ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറോളമായി ഇപ്പോൾ ഈ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിലധികമായിരിക്കുന്നു. 5 മണിയോടുകൂടിയാണ് പോലീസ് സംഘം ഈ മട്ടാഞ്ചേരിയിലുള്ള TG മോഹൻദാസിന്റെ വീട്ടിലെത്തിയത്. ഇവിടെ നിന്നും ഉടൻ തന്നെ അത് മുതൽ, അതായത് 5 മണി മുതൽ TG മോഹൻദാസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1.5 മണിക്കൂറായിരിക്കുന്നു. സമയം 6:36 ആയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഗാഡ്ജറ്റുകളുടെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ TG മോഹൻദാസ് നടത്തിയ പരാമർശങ്ങളിൽ വലിയ പരാതി ഉയർന്നിരുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ കേസെടുത്തത്. ഈ പ്രതിഷേധങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. യുവജന സംഘടന നേതാക്കൾ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. നിരവധി പരാതികൾ ലഭിച്ചു. അതിലൊരു പരാതിയിലാണ് ആദ്യം പോലീസ് കേസെടുത്തത്. എന്നാൽ ആ കേസ് രജിസ്റ്റർ ചെയ്ത FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം തുടർ നടപടിയൊന്നും ഈ 15 ദിവസത്തോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ വിശദമായി പരിശോധിക്കാനോ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യിപ്പിക്കാനോ ഉള്ള നടപടിയൊന്നും ഉണ്ടായില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തേടിയിട്ടുണ്ട്. മെറ്റ ഉൾപ്പെടെ അവരുമായി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഈ വിവാദമായ വീഡിയോകൾ നീക്കം ചെയ്യിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഒരു കേസെടുത്ത്, അതായത് കഴിഞ്ഞ 29ാം തീയതിയാണ് കേസെടുക്കുന്നത്. അന്ന് മുതൽ ഇത്രയും ദിവസത്തോളം, ഈ 11 ദിവസം കഴിയുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ, ചോദ്യം ചെയ്യലോ ഈ ഗാഡ്ജറ്റുകളുടെ പരിശോധനയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയോ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓപ്പണായി തന്നെ എല്ലാവർക്കും ലഭ്യമാകുന്ന വീഡിയോകളാണിത്. അത്തരം വിവാദ പരാമർശങ്ങൾ നടത്തിയ വീഡിയോ, ആ വീഡിയോ നീക്കം ചെയ്യാനോ അത് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് ഹൈഡ് ചെയ്യിപ്പിക്കാനുള്ള നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു ധൈര്യത്തോടുകൂടി തന്നെയാണ് TG മോഹൻദാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷിതനായി വീട്ടിലിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞ പ്രസ്താവന. അതായത് നമുക്കറിയാം, ഇന്ന് പകൽ ആഭ്യന്തരമന്ത്രിയോട് വിവരങ്ങൾ തേടിയപ്പോൾ അർജുന അയങ്കിയെ പിടിക്കാൻ കാണിച്ച ആ തിടുക്കം, തീവ്രതയും എന്തുകൊണ്ട് TG മോഹൻദാസിന്റെ കാര്യത്തിലില്ല, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അതിൽ. പക്ഷേ അറസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയല്ല, അത് പോലീസാണെന്ന് പറഞ്ഞ് അത് പോലീസിന്റെ ബാധ്യതയാക്കി മാറ്റി. ആഭ്യന്തരമന്ത്രി ഒരുപക്ഷെ വളരെ നിസ്സാരമായി തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അതോടുകൂടിയാണ് പോലീസ് പ്രതിസന്ധിയിലായത്. പോലീസിന് അടുത്ത നടപടിയെടുക്കാതെ കഴിയില്ല എന്ന നിലയിലേക്ക് പോകുന്നു. എല്ലാ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വ്യാപകമായ പ്രതിഷേധം സോഷ്യൽ മീഡിയ പേജുകളിൽ പോലീസിനെതിരെ ഉയർന്നിരുന്നു. പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും അതിന് താഴെ വലിയ കമന്റുകൾ വരുന്നു. പല പോസ്റ്റുകളുടെയും താഴെ വലിയ കമന്റുകൾ വന്നു. അർജുന അയങ്കിയെ കേരളത്തിൽ മുഴുവൻ പരിശോധന നടത്തി പിടിച്ച പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള, അതായത് വിദ്യാർത്ഥികളുടെ ബലാത്സംഗം ചെയ്യണമെന്ന് ഉൾപ്പെടെ പോലും അത്രയും അധിക്ഷേപ പരാമർശം നടത്തി IT ആക്ടിന്റെ ലംഘനം, കലാപാഹ്വാനം വരെ നടത്തിയ ഒരാൾക്കെതിരെ ഒരു നടപടിയും എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? സമ്മർദ്ദമുണ്ടായപ്പോൾ മാത്രം കേസെടുക്കുകയും മറ്റ് നടപടിയൊന്നും ഉണ്ടാകാതെ നടക്കുകയും ചെയ്യുന്നു. അത് പോലീസിന് വലിയ ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതോടുകൂടിയാണ് പ്രതിസന്ധിയിലായ പോലീസ് ഇപ്പോൾ TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. സമാന്തരമായി തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇയാൾ നടത്തിയ ഈ വിദ്വേഷ പരാമർശം, അല്ലെങ്കിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജന്തർമന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവിടെ തനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ താൻ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഈ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം എല്ലാവരും ചിതറിയോടും.
കുറെ പേർ മരിക്കും, കുറെ പേർക്ക് പരിക്കേൽക്കും, അംഗവൈകല്യം സംഭവിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ശവങ്ങളൊക്കെ വാരിക്കൂട്ടി താൻ ആശുപത്രിയിൽ എത്തിക്കും, പരിക്കേറ്റവരൊക്കെ ആശുപത്രിയിൽ ചെയ്ത് അവസാനിപ്പിക്കുമായിരുന്നു എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതുകൂടാതെയാണ് സമരം ചെയ്ത പെൺകുട്ടികളെയും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച സ്ത്രീകളെയും ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ കൂടി ഉള്ളത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങൾ ഈ വീഡിയോയിലൂടെ നടത്തി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇയാൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ യൂട്യൂബ് ചാനലിൽ പേജിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ആ ഒരു നടപടി പോലും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. തന്നെയുമല്ല, ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ടി ജി മോഹൻദാസിനെതിരെ ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പ്രതിഷേധം നടത്തിയവർക്കെതിരെ മണിക്കൂറുകൾക്കുള്ളിൽ കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് വലിയ ആവേശമുണ്ടായിരുന്നു. അതിൽ വലിയ പ്രതിഷേധം എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. യുവജന സംഘടനകളിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിഷേധം നടത്തിയവർക്ക്, അതായത് ഒരു പ്രതിഷേധത്തിന് പിന്തുണ, ദില്ലിയിൽ നടന്ന സമരത്തിന് പ്രതിഷേധത്തിന് പിന്തുണ കൊടുത്തവർക്കെതിരെ പോലും കേസെടുത്തു. നേരത്തെ നമുക്കറിയാം, ഈ ടി ജി മോഹൻദാസിന്റെ പരാമർശം വരുന്നതിന് മുൻപ് തന്നെ ദില്ലിയിലെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടന്ന പ്രകടനങ്ങൾക്കും മാർച്ചുകൾക്കും ഒക്കെ എതിരെ വരെ പോലീസ് കേസെടുക്കുകയുണ്ടായിരുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട്, അതായത് ദില്ലിയിൽ BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തുന്ന ഏത് രീതിയിലാണോ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയൊക്കെ എടുത്തത്, ആ രീതിയിൽ തന്നെ ഒരുപക്ഷെ സംഘപരിവാറിന് അനുകൂലമായ രീതിയിലുള്ള നടപടികൾ എടുക്കാൻ ഇവിടെ പോലീസ് തയ്യാറായി എന്നുള്ളതാണ്. അതിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. അതിന് പിന്നാലെയാണ് ടി ജി മോഹൻദാസിന്റെ പ്രസ്താവനകൾ വരുന്നത്. ടി ജി മോഹൻദാസിന്റെ പ്രസ്താവന വിവാദമായതോടുകൂടി തന്നെ BJPയും RSSും ടി ജി മോഹൻദാസിനെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടിയെടുക്കാനോ മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് നിരവധി പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അടുത്ത നടപടികളിലേക്ക് പോകാതെ ഇത്രയും ദിവസം തള്ളി നീക്കുകയായിരുന്നു പോലീസ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ പ്രതിസന്ധിയിലായതിന് പിന്നാലെയാണ് ഇപ്പോൾ 11 ദിവസം കഴിയുമ്പോൾ ടി ജി മോഹൻദാസിനെതിരെ ഇപ്പോൾ വീട്ടിലേക്ക്, കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് റെയ്ഡുമായി എത്തിയിട്ടുള്ളത്. ചെർളായിലുള്ള വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 5 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ടി ജി മോഹൻദാസ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന.